ഹായ് ലേണേഴ്സ്, iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂടെ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കൊമേഴ്സ് സ്റ്റുഡൻസിന് കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇതുവരെയും നെറ്റ് എക്സാമിന് പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവർക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ ഇതുവരെയും എക്സാമിന് പഠിച്ചു തുടങ്ങിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എത്ര നാളുണ്ട് എക്സാമിന്? 2 മാസം അല്ലേ? ഹാർഡ്ലി 2 monthsേ നമുക്കിനി കിട്ടുള്ളൂ. കാരണം നമ്മളുടെ ഈ ഒരു മന്ത് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഏതൊക്കെ മാസങ്ങളാണ്? ഏപ്രിൽ മെയ് 2 മാസമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ജൂണിൽ നമ്മുടെ എക്സാം വരുവാണ് അല്ലേ? അപ്പം നിങ്ങൾ ഇതുവരെയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ നമ്മളുടെ ഓരോ യൂണിറ്റിലെയും കോർ ഏരിയാസ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം എടുത്തിട്ടിട്ട് അത് ഏതൊക്കെയാണെന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് നമ്മൾ ഈ ഒരു സീരീസിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ കൂടെ അറിയിക്കണം. അപ്പം നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂടെ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റ്, അതായത് UGC നെറ്റ് കൊമേഴ്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ഉണ്ടല്ലേ, നമ്മളുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിലെ ഏതൊക്കെ ഏരിയാസ് ആണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്? നമ്മൾ ഈ പറയുന്ന ഏരിയാസ് മാത്രം നോക്കിയാൽ പോരാ. നമുക്കറിയാം അല്ലേ, നെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ വൈഡ് സിലബസ് ആണ്. സിലബസ് നല്ല രീതിയിലുണ്ടല്ലേ, നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. എന്നാൽ പോലും ഇനിയുള്ള ടൈം കൊണ്ട് നമുക്ക് നിങ്ങൾ അറ്റ്ലീസ്റ്റ് കവർ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ, അതായത് മിനിമം നിങ്ങൾ ഇത്രയെങ്കിലും നോക്കാതെ എക്സാമിന് പോകരുത്. അപ്പം നിങ്ങൾക്ക് ഇനിയുള്ള ടൈം കൊണ്ട്, നമുക്കിനി ടൈം കുറച്ചേ ഉള്ളൂ. അപ്പം ഈ ഒരു ടൈം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയെങ്കിലും നോക്കി തീർക്കണം അല്ലേ? സോ ഇനിയുള്ള ടൈം കൊണ്ട് നിങ്ങൾ ഇത്രയും നോക്കണം. അപ്പോൾ ആ ഒരു മിനിമം ഏരിയാസ്, അല്ലെങ്കിൽ ഏറ്റവും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കോർ ഏരിയാസിനെ മാത്രം പരിചയപ്പെടുത്താനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ള നെക്സ്റ്റ് വീഡിയോസിൽ കൂടെ ഒരു സീരീസ് പോലെ 10 യൂണിറ്റിനെ പറ്റിയിട്ടും, നിങ്ങൾ പേടിക്കേണ്ട, 10 യൂണിറ്റിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോസ് തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങളൊന്നും നോക്കിയിരിക്കേണ്ട, വേഗം പോയിട്ടൊരു ബുക്കും പേന എടുത്ത് വെച്ചിട്ട് തുടങ്ങിക്കോ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം, നമ്മളുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞ ഈ ഒരു യൂണിറ്റിനെ 2 പാർട്ടായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാം അല്ലേ? അതായത് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നും ഇൻ്റർനാഷണൽ ബിസിനസ് എന്നും. ഇപ്പോൾ 2 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഏരിയയിലും ഏതൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിരിക്കേണ്ടത്, അല്ലെങ്കിൽ മിനിമം പഠിച്ചിരിക്കേണ്ട ഏരിയാസ് ആണ് നോക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിയേ, ബിസിനസ് എൻവയോൺമെൻറ്റിലോട്ട് വരുമ്പോൾ നിങ്ങൾ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ? നമുക്കറിയാം ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും, അതിൽ തന്നെ മൈക്രോ എൻവയോൺമെൻറ്റും മാക്രോ എൻവയോൺമെൻറ്റും എന്നൊക്കെ നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെ പറ്റിയിട്ട് ഒന്ന് നോക്കി വെച്ചേക്കണം. അതുപോലെ എക്കണോമിക് എൻവയോൺമെൻറ്റ്, ഇതിൽ എക്കണോമിക് എൻവയോൺമെൻറ്റിന് കുറച്ച് സ്ട്രെസ് കൊടുത്ത് പഠിക്കണം. കാരണം നമ്മളുടെ എക്കണോമിക് സിസ്റ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ എക്കണോമിക് പോളിസീസ് ആയിട്ടുള്ള മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ല രീതിയിൽ പഠിച്ച് വെക്കേണ്ടതാണ് ഈ ഒരു മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും. പിന്നെ നമുക്ക് നോക്കാനുള്ളത് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്താണെന്നൊന്ന് നോക്കി വെക്കണം. അതുപോലെ ലീഗൽ എൻവയോൺമെൻറ്റിലോട്ട് വരുമ്പം അവിടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റും ഫെമയും ഉണ്ടല്ലേ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ഉണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റും ഫെമയും, അതാണ് ലീഗൽ എൻവയോൺമെൻറ്റിൽ സ്ട്രെസ് കൊടുത്ത് നോക്കേണ്ട ഏരിയ. പിന്നെ നമുക്ക് CSR ഉണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ നമ്മൾ എന്താണെന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പം അതിലും നിങ്ങളൊന്ന് കുറച്ചൊന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. എല്ലാവരും എഴുതിയെടുത്തല്ലോ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇന്റർനാഷണൽ ബിസിനസ്സിലോട്ട് നോക്കാം. അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റിൽ നിന്നും നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്നല്ല പറയുന്നത്, മിനിമം ഇത്രയെങ്കിലും പഠിച്ചു വെച്ചിരിക്കണം. ഇനിയുള്ള ടൈം കൊണ്ട്, അതായത് ഇനി വരുന്ന 2 മാസം കൊണ്ട് നമുക്ക് 10 യൂണിറ്റ്, സെക്കൻഡ് പേപ്പറിലെ 10 യൂണിറ്റും അതുപോലെ തന്നെ ഫസ്റ്റ് പേപ്പറിലെ യൂണിറ്റും കവർ ചെയ്യാനുണ്ടല്ലേ? ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരാണേ, നിങ്ങൾ ഇതുവരെയും പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പഠിക്കാനുണ്ട്, ഒരുപാടുണ്ട്, സിലബസ് ഒരുപാട് മുന്നിൽ കിടക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി പഠിക്കാനുള്ള ടൈം ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്രയുമെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇന്റർനാഷണൽ ബിസിനസ്സിലോട്ട് പോകാം. ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു വൈഡ് കോൺസെപ്റ്റ് ആണ്. കാരണം ഇന്റർനാഷണലി പോവുകയാണ്, അപ്പം നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് നോക്കേണ്ട ഒരു ഏരിയ ആണ്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ്?
മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇന്റർനാഷണൽ ബിസിനസ് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ ആണ് നമ്മളുടെ മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇന്റർനാഷണൽ ബിസിനസ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, നമ്മളുടെ ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ്, ജോയിന്റ് വെഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മോഡ്സ് ഓഫ് എൻട്രി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഡിഗ്രിക്കും PGക്കും ഒക്കെ പഠിച്ചിട്ടുണ്ട്. സോ അതാണ് ഇവിടെ വരുന്നത്, നമ്മളുടെ മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇന്റർനാഷണൽ ബിസിനസ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഐറ്റം ആണ്. അതായത് ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് നമുക്കറിയാം, നമ്മളുടെ തിയറി ഓഫ് മെർക്കന്റിലിസം, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തിയറീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു നമ്മളുടെ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡും നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ ഒരു തിയറീസ് പ്രൊപ്പൗണ്ട് ചെയ്ത ആളുകളുടെ പേര്, ഈ തിയറീസ് കൊണ്ടുവന്ന ആളുകളുടെ പേരും, അതുപോലെ തന്നെ ഈ തിയറിയിലെ മെയിൻ കോൺസെപ്റ്റ് എന്താണ് ഈ തിയറിയിൽ പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു വെക്കണം. മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു തിയറീസും ആ ആളുകളുടെ പേരും ഒക്കെ വെച്ചിട്ട് മാച്ച് ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ടാരിഫ് ആൻഡ് നോൺ ടാരിഫ് ബാരിയേഴ്സ്, നമ്മളുടെ ഇന്റർനാഷണൽ ട്രേഡിലുള്ള ബാരിയേഴ്സ് ഉണ്ടല്ലോ, അതിലെ ടാരിഫ് ബാരിയറും നോൺ ടാരിഫ് ബാരിയറും ഏതൊക്കെയാണെന്നൊന്ന് നോക്കി വെക്കണം. നമ്മളുടെ കോട്ടാസും ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. ഓക്കെ. പിന്നെ FDI ആൻഡ് FPI, അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്, നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് ഈ FDIയും FPIയും. എല്ലാ വട്ടവും എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. പിന്നെ നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, ബാലൻസ് ഓഫ് പേയ്മെന്റ്സിനെ പറ്റിയിട്ടും നിങ്ങളൊന്ന് നോക്കി വെക്കണം. ഓക്കെ, കുറച്ചും കൂടി ഉണ്ട്, കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് വൈഡ് ഏരിയ ആണ്. പിന്നെ നമുക്ക് ഏതാ റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷനകത്ത് നമ്മളുടെ റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ്സ് ആയിട്ടുള്ള കുറേ എഗ്രിമെന്റ്സ് ഉണ്ടല്ലേ, നമ്മളുടെ ട്രേഡ് എഗ്രിമെന്റ്സ് ഉണ്ട്. ഈ ട്രേഡ് എഗ്രിമെന്റ്സ് എന്ന് പറയുന്നത് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതിനകത്ത് യൂറോപ്യൻ യൂണിയൻ, ആസിയാൻ, സാർക്ക്, നാഫ്ത ഇതൊക്കെ നമ്മളുടെ റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ്സ് ആണ്. അപ്പോൾ ഈ ട്രേഡ് എഗ്രിമെന്റ്സും ഇതിലെ മെമ്പർ കൺട്രീസിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ട്രേഡ് എഗ്രിമെന്റ്സും ഇതിൽ വരുന്ന മെമ്പർ കൺട്രീസിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി വെക്കണം. കാരണം നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ ആണ്. എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒന്ന് എക്സാമിന് ചോദിക്കാതിരിക്കില്ല. പിന്നെ നമുക്ക് ഇന്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി പഠിക്കാനുണ്ട്. ഇന്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ IMF, വേൾഡ് ബാങ്ക്, UNCTAD ഇതും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ ആണ്. ഈ IMFും വേൾഡ് ബാങ്കും ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ നമ്മളുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, നമ്മളുടെ സിലബസിനകത്ത് അത്രയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ പറ്റിയിട്ടും നന്നായിട്ട് പഠിച്ചിരിക്കണം. ഇത്രയുമാണ് നമ്മളുടെ ഇന്റർനാഷണൽ ബിസിനസ്സിൽ നിന്നും നിങ്ങൾ സ്ട്രെസ് ചെയ്ത് നോക്കേണ്ട ഏരിയാസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെയാ പറഞ്ഞത്? നമ്മളുടെ ബിസിനസ് എൻവയോൺമെന്റും പറഞ്ഞു, ഇന്റർനാഷണൽ ബിസിനസ്സും പറഞ്ഞു. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഫോക്കസ് ഏരിയാസ് അല്ലെങ്കിൽ കോർ ഏരിയാസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞല്ലോ. എഴുതിയെടുത്തില്ലേ? ഇനി പഠിക്കാമല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയേ, നമ്മളുടെ ബിസിനസ് എൻവയോൺമെന്റിനകത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, എക്കണോമിക് എൻവയോൺമെന്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, ലീഗൽ എൻവയോൺമെന്റ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. പിന്നെ നമ്മളുടെ ഇന്റർനാഷണൽ ബിസിനസ്സിലോട്ട് വരുമ്പോൾ ഏതൊക്കെയാണ്? മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇന്റർനാഷണൽ ബിസിനസ്, അതുപോലെ തന്നെ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, ടാരിഫ് ആൻഡ് നോൺ ടാരിഫ് ബാരിയേഴ്സ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്, ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷൻസ്, റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ്സ്, അതായത് എക്കണോമിക് യൂണിയൻ, ആസിയാൻ, സാർക്ക്, നാഫ്ത, ദെൻ ഇന്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, IMF, വേൾഡ് ബാങ്ക്, ദെൻ നമ്മളുടെ WTO, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ്. അപ്പം ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും പഠിച്ചു വെച്ചിരിക്കണം. ഞാൻ ഈ മിനിമം പഠിച്ചു വെക്കണം എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും പോലും പഠിച്ചു വെക്കാതെ എക്സാമിന് പോകരുത്. അപ്പം ഇത് മാത്രം പോരാ, ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. അപ്പം നിങ്ങൾ മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും എക്സാംസിന് വേണ്ടിയിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ ഈ ഫസ്റ്റ് യൂണിറ്റിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ബാക്കി വരുന്ന എല്ലാ യൂണിറ്റ്സിനെ പറ്റിയിട്ടും നമ്മൾ ഇതുപോലെ കോർ ഏരിയാസ് മാത്രം ഡിസ്കസ് ചെയ്തിട്ട് ഓരോ വീഡിയോസ് ഇരുന്നതായിരിക്കും ഒരു സീരീസ് ആയിട്ട് തന്നെ. അപ്പം ഇങ്ങനെ ഈ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഏരിയാസ് ഒക്കെ ഇത് ഇങ്ങനെയല്ല, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ I+ന്റെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോഴ്സസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ വീഡിയോ ക്ലാസ്സസ് ഒക്കെ ഉൾപ്പെടെ നല്ല ക്വാളിറ്റി ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്.
അപ്പം അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങളെങ്കിലും പഠിച്ചു വെച്ചിട്ട് വേണം നിങ്ങൾ എക്സാംസിന് പോകാനായിട്ട്. ഇനി നമുക്ക് ടൈമില്ല അല്ലേ, 2 മാസം കൂടിയേ ഉള്ളൂ. ഇപ്പോഴെങ്കിലും പഠിച്ചു തുടങ്ങണം. ഇനിയും തുടങ്ങിയിട്ടില്ലാത്തവർ അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും പഠിച്ചു തുടങ്ങണം. കാരണം നമുക്ക് ഇനിയുള്ള ടൈം എന്ന് പറയുന്നത് നമ്മളുടെ ഫസ്റ്റ് പേപ്പറിനെയും സെക്കൻഡ് പേപ്പറിനെയും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയാസ് ആണ്. അപ്പം നമുക്ക് ഒന്നിനെയും മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. കാരണം രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സെക്കൻഡ് പേപ്പറിൽ, അതായത് നമ്മുടെ കൊമേഴ്സിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, നമ്മളുടെ സിലബസ് എന്ന് പറഞ്ഞാൽ നല്ല വൈഡ് സിലബസ് ആണ്. ഇനിയുള്ള ടൈമിൽ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും ഒരു മിനിമം എങ്കിലും പഠിച്ചു വെച്ചിരിക്കണം അല്ലേ. അപ്പം അതിലെ കോർ ഏരിയാസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾ ഇപ്പോഴെങ്കിലും പഠിച്ചു തുടങ്ങിയാൽ, ഡിറ്റർമിനേഷനോടെ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്കും ഈ ഒരു നെറ്റ് അല്ലെങ്കിൽ JRF ഈ വരുന്ന ജൂൺ എക്സാമിൽ തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.